അതിര മേക്കപ്പാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമ്മൾ മോയ്സ്ചറൈസർ ക്രീം ഫേസിൽ അപ്ലൈ ചെയ്യുക, നല്ല രീതിയിൽ ചെയ്യുക. ഇന്ന് ഉപയോഗിച്ചിരിക്കുന്നത് നമ്മൾ പോൺസിൻ്റെ മോയ്സ്ചറൈസർ ക്രീമാണ്. പ്രൈമറാണ് അതിനുശേഷം നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഫേസിൽ നല്ല തിക്കായിട്ട് തന്നെ പ്രൈമർ ഇടാൻ ശ്രമിക്കുക. നന്നായി തന്നെ നമ്മൾ നെക്കിലും അപ്ലൈ ചെയ്യണം. ഒരു ഓറഞ്ച് കൺസീലർ ഉപയോഗിച്ച് നമ്മൾ കണ്ണിൻ്റെ അടിഭാഗത്ത് അപ്ലൈ ചെയ്യുകയാണ്. നമ്മുടെ ഡാർക്ക്നെസ് ഒക്കെ പോകാൻ വേണ്ടി ഓറഞ്ച് കൺസീലർ ഉപയോഗിക്കാം. നമുക്ക് എവിടെയൊക്കെയാണോ പാടുള്ളത് അവിടെയൊക്കെ നമുക്കിത് ഉപയോഗിച്ച് ഫില്ല് ചെയ്യാൻ കഴിയും. നല്ല രീതിയിലൊരു മാറ്റം വരും. നന്നായിട്ട് തന്നെ അത് ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വേറൊരു കൺസീലർ എടുത്ത് നമ്മളത് സെറ്റ് ചെയ്യാണ്. അത് നന്നായി രീതിയിൽ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. തുടർന്നൊരു പാൻ കേക്ക് ഉപയോഗിച്ച് നമ്മൾ ഫേസ് എല്ലാം കവർ ചെയ്യാൻ പോവുകയാണ്. നല്ല രീതിയിൽ തന്നെ നമ്മളത് കവർ ചെയ്യണം. വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി കുറച്ച് കൂട്ടി നമ്മൾ ഫേസിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യണം. അതുപോലെ നമ്മൾ ചെവിയിൽ നമ്മൾ നെക്കിലും പാൻ കേക്ക് അപ്ലൈ ചെയ്യണം. കാരണം എന്ന് പറയുമ്പം നമ്മൾ രണ്ടും രണ്ട് കളറായിട്ടിരിക്കും. നമ്മളെ ഫേസും നെക്കും രണ്ട് കളറായിട്ടിരിക്കും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ കോമ്പാക്ട് പൗഡർ എടുത്ത് നമ്മൾ സെറ്റാക്കുകയാണ്. നമ്മളെ ഫേസിലും നെക്കിലും എല്ലാം കോമ്പാക്ട് പൗഡർ ഉപയോഗിച്ച് നമ്മൾ നല്ല രീതിയിൽ ചെയ്യുക. പിന്നെ ലിപ് ബാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഐബ്രോസ് നല്ലോണം ഫില്ല് ചെയ്യുന്നുണ്ട്. ലിപ് ലൈനർ ഉപയോഗിച്ച് നമ്മൾ ചുണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തെടുക്കണം. കുഞ്ഞു ചുണ്ടൊക്കെ ഉള്ളവർ കുറച്ച് നല്ല രീതിയിൽ വലിയ രീതിയിൽ വരച്ചെടുക്കണം, എന്നാൽ കൂടുതൽ ഭംഗി തോന്നിക്കുന്നത്. പിന്നെ ലിപ്സ്റ്റിക്ക് എടുത്ത് നമ്മൾ ചെയ്തിട്ടുന്നുണ്ട്. നമ്മൾ ലാക്മിയുടെ ലിപ്സ്റ്റിക്കാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നല്ല റെഡിഷ് കളറാണ്. ഐ ഷാഡോ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആദ്യം ഇട്ടപ്പോൾ തിക്കായി, പിന്നെ നമ്മളതിന് നന്നായിട്ട് ലൈറ്റ് ആക്കുന്നുണ്ട്. ഐലൈനർ വരയ്ക്കുകയാണ്. നല്ല രീതിയിൽ തന്നെ ഐലൈനർ വരയ്ക്കുന്നുണ്ട്. കുറച്ച് കട്ടി കൂട്ടി ഐലൈനർ വരയ്ക്കണം. കാരണം നമ്മൾ ഏതൊരു പ്രോഗ്രാമിൽ പോകുമ്പോൾ നമ്മൾ കൂടുതലും ശ്രദ്ധിക്കുന്ന കണ്ണാണ്. അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ കുഞ്ഞു കണ്ണൊക്കെ ഉള്ളവർക്ക് നല്ല രീതിയിൽ വലിയതാക്കി എഴുതുമ്പോൾ അവർ കണ്ണ് കുറച്ചും കൂടെ വലുതാക്കി തോന്നിക്കും. നമ്മൾ നല്ല രീതിയിൽ വലുതാക്കി എഴുതിയ ശേഷം ഒരു കുഞ്ഞ് പൊട്ട് വയ്ക്കുന്നുണ്ട്. ഫൈനൽ ലുക്ക് നമുക്ക് കാണാം. എങ്ങനെയുണ്ട്? ഇതാണ് ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക.